സംശയമുണ്ട് സാർ. അതെ, ഇപ്പൊ സംശയമല്ല, അതെ ഒരു അഭിപ്രായമാണ്. അതെ, ഇപ്പോൾ നമ്മൾ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ സത്യമായിട്ടൊരു പ്രതിയല്ല, കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ചുറ്റുപാട് കാണുന്നത് പത്രമാധ്യമങ്ങളിലെ ചാനലുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് അയാളുടെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അറസ്റ്റ് ചെയ്തു ഇന്ന കേസ്. അപ്പോൾ ഭയങ്കര പോക്സോ കേസ് കാരണം ഭയങ്കര ഷെയിമല്ലേ അത്. അപ്പോൾ അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്തു, അയാളെ മൊത്തം എല്ലാവരും ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അയാൾ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തി അയാൾ നിരപരാധിയായിട്ട് വിടുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഈ അദ്ദേഹം നിരപരാധിയായിട്ട് വിടുന്ന അവസരത്തിൽ തന്നെ അയാൾ ഈ ശിക്ഷ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു പറയേണ്ടി വരും, ഇല്ലേ? മാനസികമായിട്ട് ജയിലിൽ കിടക്കുക മാത്രമാണോ ശിക്ഷ? അല്ല. അല്ലാതെ അപ്പോൾ അതിനെ നമ്മൾ പ്രതിരോധിക്കണ്ടേ? അതിനു വേണ്ടി ഒരു നിയമ സംവിധാനം വേണ്ടേ? കാരണം വെച്ചാൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ മാത്രം അയാൾ പ്രതിയാവുന്നില്ലല്ലോ. കോടതിയിൽ അന്തിമ വിധി വരുന്നവരെ, ആ വിധി വന്നാൽ പോലും പിന്നീട് അതിന് മുകളിൽ വേറെ കോടതികളുണ്ട്, അല്ലേ? മുകളിൽ കോടതികളുണ്ട്, അവിടെ പോകും. പക്ഷെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഇതൊക്കെ ശരിക്കും നിയമപരമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അതിജീവിത എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നവർക്കും, ഞാൻ ആ കേസല്ല പറയുന്നത്, മൊത്തത്തിൽ പറയുന്നത്, വാദിക്കും പ്രതിക്കും അവരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ആവശ്യമല്ലേ നിയമപരമായിട്ട്? അല്ല, അതിനൊരു കാര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഈ പ്രതിയും കുറ്റവാളിയും രണ്ടും രണ്ടാണ്. നിയമത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതി എന്ന് വിചാരിച്ചാൽ നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ അറിയോ, പ്രതി ആയി എന്ന് പറഞ്ഞാൽ അയാളെ കുറ്റം ചെയ്തെന്നാണ്. അത് എനിക്ക് തോന്നുന്നു ഈ കേസിലെ ഈ അതിജീവിതയെ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി നടൻ ഒത്തിരി അനുഭവിച്ചു കാണും. അദ്ദേഹം കുറ്റം ചെയ്തു, പ്രതിയായെന്ന് പറഞ്ഞ അവിടെ കുറ്റം ചെയ്തു എന്ന നിലയിലാണ് പലപ്പോഴും തെറ്റിദ്ധാരണ കൊണ്ടാവാം പൊതുജനങ്ങൾ പലരും സമീപിച്ചത്, അത് മനസ്സിലാക്കിയത്. ഒരു പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. പ്രതി എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തയാളെന്നല്ല നിയമത്തിൽ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അഡ്വക്കേറ്റ്സും പോലീസുകാരെ കുറ്റപ്പെടുത്തുന്ന കാരണം പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിയാക്കിയെന്ന് മാത്രമേ, ഞങ്ങൾ ശിക്ഷിച്ചിട്ടൊന്നുമില്ല, അവർക്കൊന്നും പറയാം, അവരുടെ കർമ്മ കറക്റ്റാണ്. അപ്പം വക്കീലും പോലീസും കോടതിയും നിയമവും കാണുന്നൊരു കാര്യമുണ്ട്. പ്രതി എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തയാളെന്നല്ല, കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നയാൾ, അലജ്ഡ് ഒഫൻസ്. പ്രതി എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയുള്ള പ്രതി, ആ പ്രതി ഒരാൾക്കെതിരെ അന്വേഷണം നടന്നു, കുറ്റപത്രം കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക, അയാൾ പ്രതിയായി. ആ വ്യക്തിയെപ്പറ്റി നിയമം എന്താ പറയുന്നത് അറിയാവോ? പൊതുജനങ്ങൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുന്നത്, തെറ്റിദ്ധരിക്കുന്നത് അയാൾ കുറ്റം ചെയ്തെന്ന്. കാരണം കുറ്റപത്രം കൊടുത്തല്ലോ. കുറ്റപത്രം കൊടുക്കപ്പെട്ട ഒരു പ്രതിയെപ്പറ്റി നിയമം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിയമത്തിന്റെ കൺസെപ്റ്റ് എന്നാൽ അദ്ദേഹം നിരപരാധിയാണ്. An accused person is presumed to be innocent until the contrary is proved.